പത്തനംതിട്ട പന്തളം കൂരമ്പാലയിൽ ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ഒരു അപകടമുണ്ടായിരിക്കുന്നു. പന്തളത്ത് നിന്നും അടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് വീടിന്റെ മുകളിലേക്ക് മറിയുകയായിരുന്നു. വീട്ടുകാർക്ക് നിസാര പരിക്കാണ്. വീടിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, വെരി ഗുഡ് മോർണിംഗ്. വണ്ടി മറിഞ്ഞു കിടക്കുന്നത് കണ്ടാൽ അല്പം ടെൻഷൻ ഉണ്ടാവും, പക്ഷെ നിസാര പരിക്കേ ഉള്ളൂ. എന്താണ് സംഭവിച്ചത്? ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ, നിയന്ത്രണം വിട്ടതാണോ, വളവിൽ എന്താണ് സംഭവിച്ചത്? ഈ വീട്ടിൽ ആൾക്കാർ കിടപ്പുണ്ടായിരുന്നോ? ഗുഡ് മോർണിംഗ് അരുൺ. പത്തനംതിട്ട പന്തളം കൂരമ്പാലയിലാണ് ഇന്ന് പുലർച്ചെ വാഹനാപകടം സംഭവിച്ചത്. ലോഡുമായി പോവുകയായിരുന്ന ലോറി വലതുവശത്തേക്ക് നിയന്ത്രണം വിട്ട് വീടിന്റെ മുകളിലേക്കാണ് മറിഞ്ഞത്. വീട്ടിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 4 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. കൂരമ്പാല പത്തിയിൽ പിടിയിൽ എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. അവിടെ തുണ്ടിൽ കിഴക്കേതിൽ ഗൗരിയുടെ വീടിന്റെ മുകളിലേക്കാണ് ഈ ലോറി മറിഞ്ഞത്. വീട്ടിൽ ആ സമയം രാജേഷ് എന്ന ഗൃഹനാഥൻ, ഭാര്യ ദീപ, മക്കൾ മീനാക്ഷി, മീര എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് ചെറിയ പരിക്കേറ്റ്. ഇവരെ ഉടൻ തന്നെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലോറിയിലുണ്ടായിരുന്ന ഈ ഡ്രൈവർക്കും ക്ലീനർക്കും ചെറിയ പരിക്ക് ഏറ്റിട്ടുണ്ട്. തിരുവനന്തപുരം ഭാഗത്തേക്ക് കാലിത്തീറ്റയുമായാണ് ഈ ലോറി പോയിരുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇനിയിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒക്കെ ഒരു പരിശോധന കൂടി വേണ്ടിവരും. ലോറിയിൽ നിറയെ ലോഡായിരുന്നു. നിയന്ത്രണം വിട്ട് വലതുവശത്തേക്ക് മറിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാഗം, ഈ പന്തളം കുരമ്പാല MC റോഡിന്റെ ഈ ഭാഗത്ത് നിരവധി അപകടങ്ങൾ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രാഥമികമായി ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണം എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം. മുകൾ ഭാഗം എപ്പോഴായിരുന്നു സംഭവം പ്രവീൺ? 5:45-നും 6 മണിക്കും ഇടയിൽ അപകടം നടന്നതെന്നാണ് നമുക്ക് പുലർച്ചെ 5:45-നും 6-നും ഇടയിലാണ് അപകടം നടന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഉടനെ തന്നെ പ്രദേശവാസികൾ ഓടിയെത്തുകയും ഇതിന്റെ മുഖഭാഗം കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിന്റെ ആ ഒരു ഭാഗം താഴെ തിരിഞ്ഞ് വീണ് കിടക്കുന്ന നിലയിലാണ്. ഏതായാലും വീടിന്റെ മുകൾ ഭാഗം തകർന്നിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്ന 4 പേരെയും ഉടൻ തന്നെ പുറത്തേക്ക് വീടിന് നല്ല പരിക്കേറ്റിട്ടുണ്ട്. എനിക്കൊന്നു ആൾക്കാരെ പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മക്കൾ അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 6 മണിക്ക് അവർ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളിലൊന്നും പോകണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാവധാനം ഉണരുകയാണ്. അല്ലെങ്കിൽ അവർ ഒരുപക്ഷെ ഉണർന്നിട്ടുണ്ടാകുമായിരുന്നു. ഇന്നലെയൊക്കെ പ്രവൃത്തി ദിനമായിരുന്നതുകൊണ്ട്. അപ്പോൾ അവർക്ക് ചെറിയ പരിക്കുകളാണ് ഏറ്റിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇന്ന് പുലർച്ചെ 5:30-നും 6 മണിക്കും ഇടയിലാണ് കൂരമ്പാലയിൽ കാലിത്തീറ്റ കയറി വന്ന ഒരു ട്രക്ക് വീടിന് മുകളിലേക്ക് മറിഞ്ഞിരിക്കുന്നത്. വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായിട്ടും തകർത്തിട്ടുണ്ട്, കോൺക്രീറ്റ്. ഇനി ആ വീട് നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും അല്ലേ? അതെ അരുൺ, ഈ സാധാരണ ഈ MC റോഡിന്റെ ഒക്കെ കാലാകാലങ്ങളായി റോഡിന് ഉയരം കൂട്ടുന്ന പ്രക്രിയകളൊക്കെ പല ഘട്ടങ്ങളിലായി നടക്കാറുണ്ട്. അപ്പോൾ റോഡിന് സമാന്തരമായല്ല, അതിന് റോഡിന്റെ ഉയരത്തിൽ നിന്നും അല്പം താഴെയാണ്, ഒരു 5 അടിയോളം താഴെയാണ് പല വീടുകളും നിൽക്കുന്നത്. ഈ ഭാഗങ്ങളിലുള്ളവരൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ അമിത വേഗതയിൽ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ എപ്പോഴും തങ്ങൾ ഭയത്തോടു കൂടിയാണ് വീടുകളിൽ കഴിയുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ നിന്ന് തന്നെ കാണാം, റോഡിൽ നിന്നും നേരെ വീടിന്റെ മുകളിലേക്കാണ് ലോറി മറിഞ്ഞു കിടക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ മറ്റു ലോറിയൊക്കെ പോകുന്നത്, മുകളിൽ കൂടെ പോകുന്ന ലോറി പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. എന്തായാലും വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അതിൽ നിന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നതും മുതിർന്നവരെ എടുത്തുകൊണ്ട് പോകുന്നതുമായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. റിപ്പോർട്ടർ TVയുടെ സ്ക്രീനിലാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. അപ്പോൾ താങ്ക് യു പ്രവീൺ. എന്തായാലും രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് 2 അപകടത്തിൻ്റെ വാർത്തകളായിരുന്നു. പക്ഷേ ആശ്വാസമുള്ളത് 2 അപകടങ്ങളിലും വലിയ ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ളതാണ്. ഒന്ന്, എറണാകുളത്തെ ചക്കരപ്പറമ്പിൽ നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് വർക്കലയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി വന്ന അവർ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. 3 പേർക്ക് പരിക്ക്. ഇപ്പോൾ പത്തനംതിട്ട കൂരമ്പാലയിൽ കാലിത്തീറ്റ കയറി വന്ന ട്രക്ക് വീടിന് മുകളിലേക്ക് മറിഞ്ഞ് നിസ്സാര പരിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഡ്രൈവർ ഒരുപക്ഷെ ഉറങ്ങിപ്പോയതായിരിക്കാം. പ്രത്യേകിച്ച് ഈ രാത്രികാലങ്ങളിലേക്ക് ഒരുപാട് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് തന്നെ പോകണം. കൺപോളെ അടഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണുപിടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യരുത് ഒരു കാരണവശാലും. നിങ്ങൾ കൃത്യമായി വാഹനം സൈഡിലേക്ക് ഒതുക്കിയതിനു ശേഷം വേണ്ടത്ര വിശ്രമം എടുത്ത് മാത്രമേ യാത്ര തുടരാവൂ. അതല്ലെങ്കിൽ ഇതേപോലെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും, അവിടെ മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ജീവനും സുരക്ഷിതത്വം നിങ്ങൾ ഉറപ്പുവരുത്തണം.